യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ സിദ്ദിഖ് കുറ്റക്കാരനെന്ന് പോലീസ്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത് ദുരുദ്ദേശത്തോടെയാണെന്ന് വ്യക്തമാക്കി കുറ്റപത്രം തയ്യാറാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നതിന് മുൻപ് തന്നെ നടി പീഡനം വെളിപ്പെടുത്തിയതിന് സാക്ഷികളുണ്ടെന്നും കുറ്റപത്രത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, 2016 ജനുവരി 28 തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ നടന്ന സംഭവമാണ്, പീഡനമാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 8 വർഷത്തിന് ശേഷം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ പരാതിയുമായി യുവതി പോലീസിനെ സമീപിക്കുന്നത്. പക്ഷേ ഇതിൽ വലിയ നിയമ പോരാട്ടങ്ങൾ, അതായത് സുപ്രീം കോടതി വരെയുള്ള നിയമ പോരാട്ടങ്ങൾ നമ്മൾ കണ്ടതാണ്. പിന്നീട് സിദ്ദിഖിന് സുപ്രീം കോടതി ജാമ്യമൊക്കെ അനുവദിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ സിദ്ദിഖ് ഈ ബലാത്സംഗം ചെയ്തു എന്ന് തന്നെ വ്യക്തമാക്കിയുള്ള പോലീസിന്റെ കുറ്റപത്രം എന്തൊക്കെയാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്? ടോം, പ്രതിഭാഗത്തിൻ്റെ വാദങ്ങൾ മുഴുവൻ ഖണ്ഡിക്കുകയാണ് അന്വേഷണ സംഘം. പ്രധാനമായും ഇതിൽ 2016 കേസിനാസ്പദമായ സംഭവം നടക്കുമ്പോൾ സിദ്ദിഖ് മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നെന്നും അവിടേക്ക് യുവനടി എത്തിയെന്നുമുള്ള കാര്യം അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നു. ഈ കാര്യമാണ് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കോടതിയുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നു. അതിൽ മൊഴികളുടെ കാര്യങ്ങൾ വിശദമായി പറയുന്നുണ്ട്. ഈ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയ സാഹചര്യം ഉൾപ്പെടെയാണ് പറയുന്നത്. ആദ്യം സിനിമയുടെ പ്രിവ്യൂവിന് വേണ്ടിയാണ് സിദ്ദിഖ് തിരുവനന്തപുരത്ത് എത്തുന്നത്. അതിനു മുൻപ് തന്നെ യുവനടിയുമായി ഫേസ്ബുക്കിലൂടെ പരിചയമുണ്ടായിരുന്നു. ആ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സിനിമയുടെ പ്രദർശനം നടന്ന തിയേറ്ററിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ നിന്ന് മാസ്കോട്ട് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുകയുമായിരുന്നു. അവിടെ ലൈംഗിക പീഡനം നടന്നു എന്നാണ് പരാതി. അവിടെയുള്ള മൊഴി, ആ രജിസ്റ്റർ, ജീവനക്കാരിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ, ഇതെല്ലാം തന്നെ കുറ്റപത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. മാത്രമല്ല, ഈ സംഭവത്തിന് ശേഷം യുവനടിയാകട്ടെ ഒരു ഡോക്ടറിൽ നിന്ന് ചികിത്സ തേടിയിരുന്നു. ഈ ഡോക്ടറുടെ മൊഴി അത് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാണ്. ഈ പറയുന്ന കാലഘട്ടത്തിൽ 2016 ജനുവരിയിൽ ഡോക്ടറുടെ മൊഴി, ആ സമയത്ത് ചികിത്സയ്ക്ക് എത്തിയിരുന്നു, യുവതി എത്തിയിരുന്നു എന്നുള്ള മൊഴി, അത് കൃത്യമായി കുറ്റപത്രത്തിൻ്റെ ഭാഗമായി രേഖപ്പെടുത്തുന്നു. കാലതാമസമുണ്ടായി എന്നതാണ് സിദ്ദിഖ് പറയുന്നത്. അതായത് പരാതി കൊടുക്കുന്നതിന് കാലതാമസമുണ്ടായി എന്ന വാദം, ആ വാദം കൂടി തള്ളിക്കളയുകയാണ്. കാരണം പലപ്പോഴായി യുവനടി ഫേസ്ബുക്കിലൂടെയും മറ്റും ഈ വിവരം പുറത്തു പറഞ്ഞിരുന്നു. ആ സമയത്ത് FIR രജിസ്റ്റർ ചെയ്യാതെ പോയത് ഒരുപക്ഷെ ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയ്ക്ക് ആ യുവനടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പോലീസിൻ്റെ ശ്രദ്ധയിലേക്ക് എത്താതിരിക്കുകയോ അല്ലെങ്കിൽ അന്ന് രേഖാമൂലം ഒരു പരാതി നൽകാതിരിക്കുകയോ ചെയ്തു. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തലുകൾ വന്നപ്പോൾ അതിലെല്ലാം തന്നെ FIR രേഖപ്പെടുത്താൻ സർക്കാർ നിർദ്ദേശിക്കുകയായിരുന്നു. ആഭ്യന്തര വകുപ്പിൻ്റെ നിർദ്ദേശാനുസരണം പല പോലീസ് സ്റ്റേഷനുകളിലായി ഇത്തരത്തിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് ആ കേസുകളെല്ലാം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഏറ്റെടുക്കുകയും ചെയ്തു. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള റിപ്പോർട്ടാണ്, കുറ്റപത്രമാണ് ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. ഇത് ചെല്ലുമ്പോൾ സ്വാഭാവികമായും അത് നടന് വലിയ തലവേദനയായി മാറും, വലിയ കുരുക്കായി മാറും എന്ന കാര്യം ഉറപ്പാണ്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതി വരെ നീണ്ട ഒരു നിയമ പോരാട്ടമാണ്. ഹൈക്കോടതിയിൽ നിന്ന് പോലും സിദ്ദിഖിന് ജാമ്യം ലഭിച്ചിരുന്നില്ല. ദീർഘകാലം ഒളിവിൽ പോകേണ്ടി വന്നിരുന്നു. പിന്നീട് സുപ്രീം കോടതിയിൽ നിന്ന് തൽക്കാലത്തേക്ക് ഇടക്കാല ജാമ്യം ലഭിക്കുകയും പിന്നീട് ഈ ജാമ്യ വ്യവസ്ഥകളുടെ ഭാഗമായി അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തണം എന്ന അതാണ് വിനോദ്. കാരണം സുപ്രീം കോടതി ഈ കേസിൽ പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ ഒരു പരിധിവരെയും ശരിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ അംഗീകരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും കാലതാമസം ഉണ്ടായത് എന്നൊരു ചോദ്യമൊക്കെ ഉന്നയിച്ചതാണ്. പക്ഷെ ഇവിടെ വിനോദ് സൂചിപ്പിക്കുന്നത് പോലെ, പോലീസിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത് പോലെ, ഈ ഓരോ ഘട്ടങ്ങളിലും പരാതിക്കാരി ഡോക്ടറെ അടുത്ത് പോയി ചികിത്സ തേടിയതും പിന്നീട് ഫേസ്ബുക്കിലെ ഓരോ പോസ്റ്റുകളും അടക്കം അക്കമിട്ട് നിർത്തിക്കൊണ്ടുള്ള കുറ്റപത്രമാണ്. അതായത് സിദ്ദിഖിനെ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാക്കുന്ന, അല്ലെങ്കിൽ സിദ്ദിഖിനെ പൂർണ്ണമായും കുടുക്കുന്ന ഒരു കുറ്റപത്രം തന്നെയല്ലേ, കേസിൽ കുടുക്കുന്ന ഒരു കുറ്റപത്രം തന്നെയല്ലേ പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത്? ടോം, നമുക്ക് അങ്ങനെ തന്നെ കരുതാം. കാരണം മുകേഷിനെതിരെയോ അല്ലെങ്കിൽ മണിയമ്പിള്ള രാജുവിനെതിരെയോ ജയസൂര്യക്കെതിരെയോ ഒക്കെ വന്ന പരാതികളുണ്ട്. അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി ഗൗരവ സ്വഭാവമുള്ള ഒരു പരാതിയായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. കാരണം ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും തന്നെ മർദ്ദിക്കുകയും ചെയ്തു എന്ന യുവതിയുടെ മൊഴി. അതിനപ്പുറത്തേക്ക് ഈ ചികിത്സ തേടിയ കാര്യങ്ങൾ, ഡോക്ടറുടെ അടുത്ത് ചികിത്സ തേടിയിരുന്നു, അതെന്തായിരുന്നാലും വ്യാജമായി സൃഷ്ടിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ആ ഘട്ടത്തിൽ ചികിത്സ തേടിയതാണ്. അങ്ങനെ ചികിത്സ തേടിയിരുന്നു എന്ന ഡോക്ടറിൻ്റെ മൊഴി ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. ഇത്രയും വർഷമാകുന്നു ഇതിൽ പ്രതിഭാഗം ഉന്നയിക്കുന്നത് പോലെ പരാതി നൽകാൻ കാലതാമസമുണ്ടായി അല്ലെങ്കിൽ കേസെടുക്കാൻ കാലതാമസമുണ്ടായി എന്ന് പറയുന്നത്
പറയുമ്പോൾ പോലും ആ സമയത്ത് ചികിത്സ നേടിയ കാര്യവും ആ ഡോക്ടറുടെ വിശദാംശങ്ങളും നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു മൊഴി അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ കുറ്റപത്രത്തിൽ ചേർക്കുമ്പോൾ സിദ്ദിഖിനെ സംബന്ധിച്ച് അത് വലിയ വെല്ലുവിളിയാകും. അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് പുറത്തേക്ക് പോകേണ്ടി വന്നതുപോലും ഇത്തരമൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. ആ ഭാരവാഹിത്വം ഒഴിയുകയും പിന്നീട് സംഘടന നിശ്ചലാവസ്ഥയിൽ പോവുകയും ഒക്കെയും ചെയ്ത സാഹചര്യമുണ്ട്. ഏതായിരുന്നാലും ഈ നടന്മാർക്കെതിരെയുള്ള വെളിപ്പെടുത്തലിൽ ഏറ്റവും ഗൗരവ സ്വഭാവത്തിൽ വന്നൊരു വെളിപ്പെടുത്തലാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ചില ഭാഗങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരം വെളിപ്പെടുത്തലുകളിൽ കൂടി പരാതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ വെളിപ്പെടുത്തലുകൾ ഉണ്ടെങ്കിൽ അതിൽ FIR രജിസ്റ്റർ ചെയ്യാൻ സർക്കാർ നിർദ്ദേശിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു 2016 നടന്ന സംഭവത്തിൽ 2018-ലും 2019-ലും തുടർന്നുമൊക്കെയും പലപ്പോഴായി ഇങ്ങനെ വെളിപ്പെടുത്തൽ ഈ നടി നടത്തിയെങ്കിൽ കൂടി അതിൽ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നില്ല. അതിൽ സർക്കാർ നൽകുന്നൊരു വിശദീകരണം ഇത് അന്ന് ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നു, സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല രേഖാമൂലം ഒരു പരാതിയായി പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യാൻ പറ്റാതെ പോയി എന്ന കാര്യമാണ്. പിന്നീട് ഈ വെളിപ്പെടുത്തലുകൾ ഉണ്ടായപ്പോൾ സ്വാഭാവികമായും അതിൽ FIR എടുക്കുകയും മൊഴി നൽകാൻ താല്പര്യമുള്ളവരിൽ നിന്നൊക്കെയും ആ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ വെളിപ്പെടുത്തൽ നടത്തിയ പലരും പിന്നീട് മൊഴി നൽകാൻ എത്തിയില്ല എന്ന ഒരു കാര്യം കൂടി ഒരു വശത്ത് നിൽപ്പുണ്ട്. പക്ഷേ ഈ നടി കൃത്യമായി എത്തുകയും മൊഴി നൽകുകയും നിയമപോരാട്ടം തുടരുകയും ചെയ്യുമെന്ന് കൃത്യമായി പറയുകയും ചെയ്ത കാര്യമാണ്. ഏതായിരുന്നാലും സിദ്ദിഖിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കുറ്റപത്രം, അത് ക്രൈംബ്രാഞ്ച് മേധാവി ഈ കുറ്റപത്രത്തിന് അനുമതി നൽകണം. അതിനുശേഷമായിരിക്കും കോടതിയിലെത്തുക. നിയമപരമായ പോരാട്ടം നടൻ തുടരേണ്ടി വരും എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. ടോം, വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്നും VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ, പീഡിപ്പിച്ച കേസിൽ സിദ്ദിഖ് കുറ്റക്കാരനാണ്. സിദ്ദിഖ് ബലാത്സംഗം ചെയ്തു എന്നാണ് പോലീസിന്റെ ഒരു കണ്ടെത്തലുള്ളത്. സിദ്ദിഖിനെതിരായിട്ടുള്ള തെളിവുകൾ അക്കമിട്ട് നിരത്തുന്നതാണ് പോലീസിന്റെ കുറ്റപത്രം.